അപ്പൊ മച്ചന്മാരെ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാല് വേറെ വ്ളോഗിങ് കാര്യങ്ങളൊന്നും അല്ല കേട്ടോ. നമ്മളെ ദീപണ്ണന്റെ അവിടെ പൊന്മുടിക്കോട്ടയിൽ 1 മാസം 2 മാസമായി ഒരു 2 കടുവ അവിടെയുള്ള ജനങ്ങളെ ഭീതിയിലാഴ്ത്തി പുറത്തേക്ക് ഇറങ്ങുമ്പോഴൊക്കെ ഭയാശങ്ക വരുത്തി നിന്ന് കറങ്ങി നടന്ന് നമ്മളെ കടുവക്കുട്ടിയെ നമ്മളെ വനപാലകരെല്ലാവരും കൂടി വെച്ച് കെണി പിടിച്ച് നമ്മളെ പൊന്മുടിക്കോട്ട ക്ഷേത്രത്തിന്റെ താഴെന്ന് കടുവ കൂട്ടി കയറി ആടിനെ കെണി വെച്ചിട്ടല്ലാക്കി ആടിനെ കൂടിന്റെ പുറത്തൊക്കെ വെച്ചിട്ട് അങ്ങനെ തന്നെയാണ് കടുവേനെ കയറ്റിയ. ആടിനെ വന്ന് തിന്നാണ് നേരത്ത് കടുവ കൂട്ടിക്കേറി അങ്ങ് അകപ്പെട്ട് പോയി കടുവ കുടുങ്ങി. ആ കടുവ കുടുങ്ങിയ വീഡിയോ ആണ് ഇപ്പൊ നിങ്ങൾ ഇതിനോട് ചേർന്ന് കാണാൻ പോകുന്നത്. അപ്പൊ ആ വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ നിങ്ങൾ ആരും നമ്മുടെ ചാനൽ ഇതിലായിട്ട് സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഇതൊക്കെ ചെയ്തിട്ട് നിങ്ങൾ ആ വീഡിയോ പോയി കണ്ടിട്ട് വാ. ഇനിയുമുണ്ട് ഞങ്ങളെ പോലുള്ള വയനാട്ടുകാരെ ഭീതിയിലാഴ്ത്തുന്ന കുറെ കടുവ കഴുതകൾ. ആ കടുവകളൊക്കെ സർക്കാർ എത്രയും പെട്ടെന്ന് ഓരോരോ നടപടി എടുത്തിട്ട് ഞങ്ങളെ വയനാട്ടുകാരെ മോചിപ്പിക്കണമെന്ന് അപേക്ഷിക്കുകയാണ്, വിനീതമായ ഭാഷയിൽ പറയുകയാണ്. എല്ലാ ജനങ്ങൾ വയനാട്ടിലുള്ള എല്ലാ ജനങ്ങൾക്കും വേണ്ടി ഞങ്ങൾ പറയുകയാണ്, ഒറ്റക്കെട്ട എല്ലാവരും മുന്നേറണം. നമ്മളെ വയനാട്ടിലുള്ള ഒരു കടുവേനെ പിടിച്ച് ജനങ്ങളെ സുരക്ഷിതമായി നിർത്തി, ജനങ്ങളെ ജനവാസ കേന്ദ്രമായി തന്നെ നിലനിർത്തി കടുവകളെല്ലാം പിടിച്ച് വനത്തിലേക്ക് വിട്ട് ഈ വയനാട്ടിലുള്ള ജനങ്ങളെ ഒക്കെ സുരക്ഷിതമാക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് എല്ലാവർക്കും വേണ്ടിയിട്ട്. അപ്പോൾ നിങ്ങൾ ആ വീഡിയോ കണ്ടിട്ട് വാ. അപ്പോൾ വീഡിയോക്ക് വൈൻഡപ്പ് ഒന്നുമില്ല, നിങ്ങൾ കണ്ടിട്ട് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങൾ പരമാവധി ഈ വീഡിയോ ഷെയർ ചെയ്യട്ടെ. ഞങ്ങൾ വയനാട്ടുകാർ ഒരേ അവസ്ഥയാണ് ഇപ്പോൾ കുറച്ച് 2-3 മാസങ്ങളായി അവിടെ ഇവിടെ ഓരോ സ്ഥലത്ത് കടുവ ഭീതിയിൽ ഓരോ ജനങ്ങളും അകപ്പെട്ടാണ്. കാരണം ഇവിടെ കുറേ ക്ഷീര കർഷകരുണ്ട്. അവർ ഈ പുലർച്ചയ്ക്ക് പാല കളക്കാൻ പോകുമ്പോൾ അവർക്കാണ് ബുദ്ധിമുട്ട് വരിക. അപ്പോൾ ഇത് നിങ്ങൾ പരമാവധി ഷെയർ ചെയ്യുക. അപ്പോൾ നിങ്ങൾ ആ വീഡിയോ കണ്ടിട്ട് വാ കടുവേൻ്റെ. അപ്പോൾ ബൈ അല്ലേ. ഒരു കമ്പ് കുറച്ച്